വീഡിയോയിൽ ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബീഡ്സ് വർക്കാണ് കാണിക്കുന്നത്. കുറച്ചധികം കാലങ്ങളായിട്ട് ഈ ഒരു കബോർഡിൻ്റെ മേലെയാണ് ഇതിൻ്റെ സ്ഥാനം. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ അതിനുള്ള ടൈം അങ്ങനെ കിട്ടലില്ല. ഷോപ്പിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്കുകൾ ഉണ്ടാവും. അവിടെ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വർക്കുകൾ ഇങ്ങനത്തെ വർക്കുകളൊന്നും അങ്ങനെ എടുക്കലില്ല. പിന്നെ വളരെ ചെറിയ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഈ ചെയ്യുന്ന വർക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൾ ഒരു സാരി തന്നിട്ട് പറഞ്ഞു ഇതായിട്ട് 2 ടോപ്പ് അടിക്കാൻ, അതിൻ്റെ നെക്കിലായിട്ട് എന്തെങ്കിലും ഒരു ബീഡ്സ് വർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല, മെല്ലെ മതി, സാവധാനം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എടുത്തൊരു ഓർഡറാണിത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ ടാപ്പ് എടുത്തിട്ട് വേണ്ടത്ര ലെങ്ത്തിലും ഒക്കെ വിടുത്തൊക്കെ നോക്കിയിട്ട് ഒരു വി നമ്മൾ മാർക്ക് ചെയ്യുക. മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട അളവിന് മാർക്ക് ചെയ്യുക. ഏത് നെക്കാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ മോഡലിൽ മാർക്ക് ചെയ്യുക. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ യൂസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാനിതിൽ സ്കെയിൽ യൂസ് ചെയ്യാണ്ടാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു അളവ് അതിൽ വന്നിട്ടുണ്ട്. അത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മസ്റ്റായിട്ട് സ്കെയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വേറൊരു വിയും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ ഈ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് റൈസ് ബീഡ്സും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡും ആണ്. അപ്പം ഈ ബീഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ വി ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുക. ഇനി ഈ ബീഡ്സിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലാണ് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുമ്പോൾ മെല്ലെ വേണം വലിക്കാൻ. അത് കെട്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഈ ഗ്യാപ്പിൽ ഫുള്ള് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് കാലം മുമ്പ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത 2 ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലങ്ങളായി. കൊറോണ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അന്ന് പിന്നെ ഷോപ്പൊന്നും നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ചെയ്ത വർക്കാണ്. പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഫൈനൽ ലുക്കും നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല. അത് നമ്മൾ വേറൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ പറ്റിയൊരു ഡിസൈനാണെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.